രണ്ടുപേരും അടൂർ പ്രകാശ് ആവട്ടെ വി ജോയി ആകട്ടെ രണ്ടു കൂട്ടരെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ എല്ലാ കാലത്തും വിജയക്കൊടി മാത്രം നാട്ടിയിട്ട് പാരമ്പര്യമുള്ള ആളുകളാണ് രണ്ടുപേരും. അത് അടൂർ പ്രകാശിനെ സംബന്ധിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പാകട്ടെ ലോക്സഭാ തെരഞ്ഞെടുപ്പാകട്ടെ മറ്റേതു മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിലൊക്കെയും വിജയിച്ചു വന്നിട്ടുള്ളയാളാണ് അടൂർ പ്രകാശ് എന്നുള്ളത്. വി ജോയും തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുൾപ്പെടെ താഴെത്തട്ടിൽ നിന്നുൾപ്പെടെ മത്സരിച്ച് തദ്ദേശ സ്ഥാപനങ്ങളെ പ്രതിനിധീകരിച്ച് വന്ന ഒരാളാണ്. മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിലൊക്കെ വിജയിച്ച ഒരു പാരമ്പര്യമുള്ള വി ജോയി. അങ്ങനെ കൊലകൊമ്പന്മാരായ രണ്ടുപേർ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ആറ്റിങ്ങലിൽ ആര് വാഴും ആര് വീഴുമെന്നുള്ള ഒരു പ്രധാനപ്പെട്ട കൗതുക കാഴ്ചയ്ക്ക് കൂടിയാണ് ആറ്റിങ്ങലിൽ ഈ വോട്ടെണ്ണലിന്റെ അവസാന മണിക്കൂർ സാക്ഷിയാവുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനം. ഫോട്ടോ ഫിനിഷിലേക്ക് പോകുമ്പോൾ ആര് വിജയക്കൊടി നാട്ടുമെന്നുള്ളതാണ് ഏറെ പ്രധാനം. വി ജോയ് ജോയ്ഫുൾ ആയിട്ട് ആറ്റിങ്ങലിൽ വിലസുമോ അതല്ല അടൂർ പ്രകാശ് മണ്ഡലത്തിൽ വീണ്ടും പ്രകാശം പരത്തി UDF താങ്ങായി നിൽക്കുമോ എന്നുള്ളതാണ് ഏറെ പ്രധാനം. അങ്ങനെ കൗതുകം നിറഞ്ഞ ഒരു കാഴ്ചയിലേക്ക് ഫോട്ടോ ഫിനിഷിലേക്ക് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു പക്ഷേ നേരിയ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് സ്ഥാനാർത്ഥികൾ വിജയിക്കുന്നതെങ്കിൽ റീകൗണ്ടിങ്ങിലേക്ക് പോകാനുള്ള സാധ്യത പോലും തള്ളിക്കളയാനാകില്ല. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ LDF സ്വാധീനമുള്ള പല മേഖലകളിലും UDF ഇത്തവണ നല്ല രീതിയിൽ വോട്ട് നേടിയിട്ടുണ്ട്. മറിച്ചും സംഭവിച്ചിട്ടുണ്ട്. UDF സ്വാധീന മേഖലകളിൽ ഇടതുമുന്നണിക്കും കടന്നുകയറാനായിട്ടുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു പോരാട്ടമാണ് ആറ്റിങ്ങലിൽ നടന്നത്. ഒരു പക്ഷേ നിലവിലെ സാഹചര്യത്തിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇപ്പോഴത്തേതിന് സമാനമായി നേരിയ ഭൂരിപക്ഷത്തിനാണ് വിജയിക്കുന്നതെങ്കിൽ ആര് വിജയിച്ചാലും സ്വാഭാവികമായും ഒരു തർക്കത്തിലേക്കോ അല്ലെങ്കിൽ ഒരു അവകാശവാദങ്ങളിലേക്കോ ഒരു റീകൗണ്ടിങ്ങിലേക്ക് പോകാനുള്ള സാധ്യത പോലും ആറ്റിങ്ങലിൽ തള്ളിക്കളയാനാകില്ല. ആ നിലയിലാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ഇപ്പോൾ കാര്യങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിലെ ലീഡ് നില നോക്കുമ്പോൾ അടൂർ പ്രകാശ് UDF സ്ഥാനാർത്ഥി സിറ്റിംഗ് MP അടൂർ പ്രകാശ് 3,25,624 വോട്ടുകളുമായി 617 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മണ്ഡലത്തിൽ മുന്നിട്ട് നിൽക്കുന്നു. തൊട്ട് പിന്നിൽ MLA കൂടിയായിട്ടുള്ള 10,000 താഴെ വോട്ടുകൾ മാത്രമാണ് ഇനി എണ്ണാനുള്ളത്. കൃത്യമായി പറഞ്ഞാൽ 9,000 ചില്ലർ വോട്ടുകൾ എന്നുള്ളതാണ് ലഭിക്കുന്ന കണക്കുകൾ. കൃത്യമായി കണക്കുകൾ ലഭിക്കാനുണ്ട്. ഏതായാലും ഔദ്യോഗികമായി നമുക്ക് ലഭിക്കുന്നത് 10,000 താഴെ വോട്ടുകൾ മാത്രമേ ഇനി എണ്ണിത്തീരാനുള്ളൂ എന്നുള്ളതാണ്. ഒരുപക്ഷെ അത് അവസാന ഘട്ടത്തിലേക്ക് കൗണ്ടിംഗ് നടക്കുന്നുണ്ടാകും. അത് റിട്ടേണിംഗ് ഓഫീസർ ഉൾപ്പെടെയുള്ളവർ അപ്രൂവൽ ചെയ്തതിനു ശേഷമാണ് അവർ ആ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവിടുന്നതും അത് സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതും. സ്വാഭാവികമായും അതിനുള്ള ഒരു കാലതാമസമാണ്. ഏതെങ്കിലും റൗണ്ട് പൂർത്തിയായിട്ട് ആ കണക്കുകൾ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു കാലതാമസമാണ് ഇപ്പോൾ ഉള്ളത് എന്നതാണ് മനസ്സിലാക്കാനാകുന്നത്. കാരണം 617 എന്നുള്ള ഒരു ലീഡ് നിലയിലേക്ക് വന്നതിന് ശേഷം ലീഡ് നിലയിൽ ഒരു മാറ്റം വന്നിട്ടില്ല. മറ്റ് വോട്ടുകളുടെ കണക്കിലൊരു മാറ്റം വരികയും ഒരു ചെറിയ വ്യത്യാസം കൂടി വന്നു എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. 3,25,642 വോട്ടുകൾ അടൂർ പ്രകാശിന്, 3,25,028 617 എന്നുള്ളത് 614 വോട്ടിന്റെ ലീഡിൽ അടൂർ പ്രകാശ് 3 വോട്ടുകൾ അടൂർ പ്രകാശിന് കുറഞ്ഞിരിക്കുന്നു. നേരിയ വോട്ടുകളുടെ കുറവ്. നേരത്തെ മുതൽ തന്നെ വി ജോയി ലീഡ് നില ഉയർത്തിയ സന്ദർഭം മുതൽ തന്നെ നേരിയ വോട്ടുകളുടെ വീണ്ടും മാറ്റം വന്നിരിക്കുകയാണ്. വോട്ട് നിലയിൽ 3,27,544 വോട്ടുകൾ അടൂർ പ്രകാശ് നേടുന്നു. 3,26,721 വോട്ടുകൾ 823 വോട്ടുകളുടെ ഭൂരിപക്ഷം അടൂർ പ്രകാശ് നേടിയിരിക്കുന്നു. 823 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ലീഡാണ്. അടൂർ പ്രകാശ് ലീഡ് ഉയർത്തുന്നു. 823 അടൂർ പ്രകാശ് ലീഡ് ഉയർത്തുന്നു. ജോയി മായുന്നു. പ്രകാശം പരക്കുന്നു ആറ്റിങ്ങലിൽ. അലമീൻ തുടരുക. അല്പസമയത്തിനകം തന്നെ അവസാന നില അറിയാൻ കഴിയും. ഇനി വെറും 5,000-ഓളം വോട്ടുകൾ മാത്രമേ എണ്ണാൻ ബാക്കിയുള്ളൂ. ഏതാനും നിമിഷങ്ങൾ മതി കാത്തിരിക്കുക. അല്പസമയത്തിനകം നമുക്ക് അടൂർ പ്രകാശോ വി ജോയോ എന്നറിയാൻ സാധിക്കും. അലമീൻ തുടരുക. അലമീൻ, ആറ്റിങ്ങലിൽ 823 എന്നുള്ള ചെറിയ സംഖ്യയാണ് ഇപ്പോൾ ലീഡ് നിലയായി നിലനിൽക്കുന്നത്. നേരിയ ഭൂരിപക്ഷം, നേരിയ ലീഡിന്റെ വ്യത്യാസത്തിൽ അടൂർ പ്രകാശ് മുന്നിട്ട് നിൽക്കുന്നു. 823 എന്നുള്ളതാണ് ആറ്റിങ്ങലിലെ ഇപ്പോഴത്തെ ലീഡ് നില. പുതിയ കണക്കുകൾ വൈകാതെ വരുമെന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. കഴിഞ്ഞ കുറെ നേരമായി നേരിയ തോതിൽ ലീഡ് നിലകൾ വന്നിങ്ങനെ ആകാംക്ഷ നിറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് കാണാനാകുന്നത്. 823 വോട്ടുകളുടെ ലീഡിൽ അടൂർ പ്രകാശ് ആറ്റിങ്ങലിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം. 3,27,544 വോട്ടുകളാണ് അടൂർ പ്രകാശ് നേടിയിരിക്കുന്നത്. 3,26,721 വോട്ടുകൾ വി ജോയി. 823 വോട്ടുകളുടെ 823 എന്ന തുച്ഛമായ വോട്ടുകളുടെ ലീഡാണ് ഇപ്പോൾ അടൂർ പ്രകാശിന് ആറ്റിങ്ങലിൽ അവകാശപ്പെടാനുള്ളത്. അതിലൊരു മാറ്റം വരച്ചിട്ടുണ്ടാകുമോ, അതിനെ തലകീഴായി മറിച്ചുകൊണ്ട് വി ജോയി മുന്നേറ്റം നടത്തുമോ എന്നുള്ളത് ഏറെ പ്രധാനമാണ്. കഴിഞ്ഞ കുറെ മണിക്കൂറുകളായി തന്നെ എന്ന് പറയാം അവസാന മണിക്കൂറിൽ അവസാന ലാപ്പിൽ നേരിയ ഭൂരിപക്ഷത്തിലുള്ള ലീഡ് നിലയാണ് ആറ്റിങ്ങലിൽ കണ്ടുവരുന്നത്. ഒരു ഫോട്ടോ ഫിനിഷിംഗിലേക്ക് ആറ്റിങ്ങൽ പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആര് വിജയിച്ചാലും വലിയ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നില്ല. ഒരുപക്ഷെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറവ് ഭൂരിപക്ഷത്തോടു കൂടി ഒരു സ്ഥാനാർത്ഥി വിജയിക്കുന്നതും ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലായിരിക്കാം. ഒരുപക്ഷെ ഈ നിലയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ മറ്റു പലയിടങ്ങളിലും 10,000-ങ്ങളും ലക്ഷങ്ങളുമൊക്കെ 10,000-ത്തിലധികം 1,00,000
ലക്ഷവും 1.25 ലക്ഷവും ഒക്കെ ഭൂരിപക്ഷത്തിന്റെ കണക്ക് പറയുമ്പോൾ ഒരുപക്ഷെ 5000-ൽ താഴെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പോലും ഒരു സ്ഥാനാർത്ഥി അറ്റിങ്ങലിൽ വിജയിച്ചു വന്നാലും അത്ഭുതപ്പെടാനില്ല എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഏറ്റവും ഒടുവിൽ അറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ കണക്ക് പുറത്തു വരുമ്പോൾ 823 വോട്ടുകൾക്ക് അടൂർ പ്രകാശ് ലീഡ് ചെയ്യുകയാണ്. അറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ സിറ്റിംഗ് MP അടൂർ പ്രകാശിന് 823 വോട്ടുകളുടെ ലീഡാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. 823 വോട്ടുകൾക്കാണ് ഇപ്പോൾ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ അടൂർ പ്രകാശ് മുന്നിലെത്തി നിൽക്കുന്നത്. ചെറിയ വോട്ടുകളാണ്, പക്ഷേ അതിനേക്കാൾ ചെറിയ വോട്ടുകൾ മാത്രമേ ഇനി എണ്ണാനുള്ളൂ എന്നുള്ളതാണ്. വെറും 5000-ഓളം വോട്ടുകൾ മാത്രമാണ് എണ്ണാൻ ബാക്കിയുണ്ടായിരുന്നത്. അതും മാറി മറിഞ്ഞിട്ടുണ്ടാകും. ഇനി ഏതാനും കുറഞ്ഞ വോട്ടുകൾ എണ്ണുമ്പോൾ അടൂർ പ്രകാശോ വി ജോയ്ക്ക് അടൂർ പ്രകാശിനെ അട്ടിമറിക്കാൻ സാധിക്കുമോ? അവസാന നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഏതാനും നിമിഷങ്ങൾ മാത്രം കാത്തുനിന്നാൽ മതി. അലമീൻ, നികേഷ്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏതാണ്ട് 30,000 വോട്ടുകളുടെ ഭൂരിപക്ഷമായിരുന്നു അടൂർ പ്രകാശിനുണ്ടായിരുന്നത്. 30,000-ന് മുകളിൽ വോട്ടുകളുടെ ഭൂരിപക്ഷം നേടി വിജയിച്ച അടൂർ പ്രകാശ് ഇത്തവണ നന്നായി വിയർക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്ന് മാത്രമല്ല, മണ്ഡലം തിരിച്ചുപിടിക്കാൻ ഇടതുമുന്നണി ഫീൽഡ് ചെയ്ത വി ജോയും നന്നായി ഓടിക്കയറാൻ ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹവും നന്നായി വിയർക്കുന്നുണ്ട്. അങ്ങനെ വിയർത്ത് കുളിച്ച് ആര് വിജയശ്രീലാളിതനായ അറ്റിങ്ങലിൽ കൊടിപാറയ്ക്കുമെന്നുള്ളതാണ് ഏറെ പ്രധാനം. ഏറ്റവും ഒടുവിൽ